സംസ്ഥാനത്തെ നടുക്കിയ തൃശൂർ മുണ്ടത്തിക്കോട് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായി മുൻ DGPയും തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്തമംഗലം വാർഡ് കൗൺസിലറുമായ ആർ ശ്രീലേഖ, നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് ആചാരപ്രകാരമുള്ള പൂജയും ഭക്തദർശനവും കാഴ്ചയുമൊക്കെയല്ലേ പ്രധാനം? ഉത്സവ സമയം മനുഷ്യനും മൃഗത്തിനും ഭൂപ്രകൃതിക്കും ദോഷം വരുത്തുന്ന വെടിക്കെട്ടും മറ്റും വേണ്ട എന്ന് വച്ചുകൂടെ എന്ന് ആർ ശ്രീലേഖ ചോദിച്ചു. തൃശൂർ ഒരു വെടിപ്പുരയ്ക്ക് തീപിടിച്ച് 15 പേർ മരിച്ചു. കഷ്ടം. വെറുതെ പൊലിഞ്ഞ കുറേ ജീവനുകൾ. പൂരം വെടിക്കെട്ടിനായി പടക്കമുണ്ടാക്കുകയായിരുന്നു ഇവിടെ. പോലീസും ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പും അറിഞ്ഞിരുന്നോ അവിടെ ഇങ്ങനെ ഒരു പടക്ക നിർമ്മാണശാല പ്രവർത്തിച്ചിരുന്നു എന്ന്? വേണ്ട സുരക്ഷാ നടപടികൾ ചെയ്തിരുന്നു? ഇനിയും ഇതുപോലെ എത്ര പടക്ക നിർമ്മാണശാലകൾ തൃശ്ശൂരിൽ ഉണ്ട് എന്നറിയാമോ? അവയിൽ എത്ര എണ്ണം വേണ്ട സുരക്ഷിതത്വത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാമോ? ഇതൊക്കെ നോക്കാൻ ആർക്കാണ് സമയം? എല്ലാ ഉദ്യോഗസ്ഥരും ഇപ്പോൾ രാഷ്ട്രീയം കളിച്ച് നടക്കുകയല്ലേ? ഏതെങ്കിലും അത്യാവശ്യ കാര്യത്തിന് ആരെങ്കിലും ഒന്ന് ഫോൺ ചെയ്താൽ അതെടുക്കുന്ന ഏതെങ്കിലും ജില്ലാ പോലീസ് മേധാവികൾ ഉണ്ടോ? എന്തിനാണ് നമുക്ക് തീ കൊണ്ട് കളിക്കുന്ന ഇത്തരം പൂരങ്ങൾ? മനുഷ്യജീവനുകൾ പണയം വയ്ക്കുന്ന ഉത്സവങ്ങൾ, കാടുകളിൽ ജീവിക്കേണ്ട ആനയെ നിരത്തി നിർത്തി പീഡിപ്പിക്കുന്ന കെട്ടുകാഴ്ചകൾ. ഇനിയെങ്കിലും ഈ ഡിജിറ്റൽ യുഗത്തിലെങ്കിലും ഒരു പുനർചിന്തനം നടത്തിക്കൂടെ? നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് ആചാരപ്രകാരമുള്ള പൂജയും ഭക്തദർശനവും കാഴ്ചയുമൊക്കെയല്ലേ പ്രധാനം? അതേസമയം കേരള പോലീസിനെതിരെയുള്ള മുൻ DGPയും കൗൺസിലറുമായ ആർ ശ്രീലേഖയുടെ മുദ്രാവാക്യം വിളി ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. പോടാ പുല്ലേ പോലീസെ, കാക്കിയിട്ടൊരു ഗുണ്ടകളെ എന്ന് തുടങ്ങുന്നു പോലീസിനെതിരെയുള്ള തൊണ്ട പൊട്ടിയുള്ള ശ്രീലേഖയുടെ മുദ്രാവാക്യം വിളികൾ. പിണറായിയുടെ തെമ്മാടികളെ, ജനങ്ങളിൽ ഒന്നിനെ തൊട്ടെന്നാൽ ഇവിടെ ഒരു പുല്ലും നടക്കൂല. കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ നിയമം ഞങ്ങൾ പാലിക്കും. കാക്കിക്കുള്ളിൽ CPM എങ്കിൽ പോടാ പുല്ലേ പോലീസെ, പിണറായിയുടെ പോലീസെ. ഇങ്ങനെയായിരുന്നു പോലീസിനെതിരെയുള്ള മുദ്രാവാക്യം വിളി. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന് മുന്നിൽ മഹിളാ മോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയാണ് ആർ ശ്രീലേഖ മുദ്രാവാക്യം മുഴക്കിയത്.